BMW വാഹനങ്ങളിൽ ഒരു സ്ക്രൂ മാറുന്നതിന് വേണ്ടി വാഹനത്തിന്റെ ഉടമയെ കമ്പനി തിരിച്ചു വിളിച്ച കാര്യം എത്ര പേർക്ക് അറിയാവുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു ചരിത്രം BMW വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ ഏത് മോഡൽ വാഹനങ്ങൾക്കാണ് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന 2011 മോഡൽ BMW X5നെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിനും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ കാണുന്ന X5ൽ മാത്രമേ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉള്ളൂ. എന്നാൽ ഈ കാണുന്ന X5ൽ മാത്രമല്ല ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, ഈ മോഡൽ എഞ്ചിൻ വരുന്ന എല്ലാ വാഹനങ്ങളിലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഏകദേശം 2010 മുതൽ 2012 വരെയുള്ള കാലയളവിലുള്ള കുറച്ച് ചേസ് നമ്പറിലുള്ള വാഹനങ്ങൾക്കാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു N55 എന്ന് പറയുന്ന ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ്. അതേമാതിരി തന്നെ N52 N54 എഞ്ചിനുകൾക്കും ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനം ഇപ്പം വന്നിരിക്കുന്നത് സ്ക്രൂ മാറുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ഒരു ഓയിൽ ലീക്കും അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഓയിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്യാത്തതുകൊണ്ട് ഓയിൽ സ്ലഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിലുള്ള എഞ്ചിനും അതേ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വാനോസിൻ്റെ സ്ക്രൂ കണ്ടല്ലോ, ഇത് ആക്ച്വലി ഈ വാഹനം കമ്പനി കൊടുക്കുന്ന സമയത്ത് ഇത് അലുമിനിയം സ്ക്രൂ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലുമിനിയം സ്ക്രൂ മാറിയിട്ട് ഇതേപോലെയുള്ള മെറ്റൽ സ്ക്രൂ പിടിപ്പിക്കുന്ന ഒരു റീകോളായിരുന്നു മുമ്പ് ഈ വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഓയിൽ ഫിൽട്ടർ ഹൗസിങ് ഗ്യാസ്കറ്റും അതേമാതിരി ടാപ്പറ്റ് കവർ ഗ്യാസ്കറ്റും ടാപ്പറ്റൊക്കെ നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 8 സ്ക്രൂ മാറുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി റീകോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഫസ്റ്റ് സർവീസൊക്കെ വരുന്ന സമയത്താണ് ഈ റീകോളും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് മുമ്പ് തന്നെ നമ്മൾ ആ സ്ക്രൂ മാറിയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യാറ്. ഈ കാണുന്ന ഓയിൽ ഫിൽട്ടർ ഹൗസിങ് ഗ്യാസ്കറ്റൊക്കെ നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഫിൽട്ടർ ഗ്യാസ്കറ്റൊക്കെ നമുക്ക് മാറുന്നതിന് വേണ്ടി നമുക്ക് ഇൻടേക്കൊക്കെ സകലം അഴിച്ച് സൈഡിലോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കൂ. ഇതൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ ഒരു നല്ല വർക്ക്ഷോപ്പാണ് അബുദാബിയിലും ദുബായിലുള്ള ആര്യ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.